ജമ്മു കശ്മീരിലെ രണ്ടാം ഘട്ട പോളിംഗിൽ അനുഭവപ്പെട്ടത് വൻ ജനത്തിരക്കാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു ജനങ്ങളിൽ നിന്നും ലഭിച്ച പ്രതികരണങ്ങൾ. 5 മണിവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 54% പോളിംഗ് രേഖപ്പെടുത്തിയത്. കശ്മീരിലെ കങ്കൺ മണ്ഡലത്തിൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. വോട്ടർമാർക്ക് പക്ഷേ തിരക്കൊന്നുമില്ലായിരുന്നു. കങ്കണിൽ നാഷണൽ കോൺഫറൻസിന് മിയാൻ മെഹർ അലിയാണ് സ്ഥാനാർത്ഥി. മിയാന്റെ പിതാവ് മിയാൻ അൽതാഫ് നേരത്തെ അനന്ത്നാഗ് രജൌരി സീറ്റിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സുഫീപിർ എന്ന നിലയിൽ ഈ മേഖലയിൽ വലിയ സ്വാധീനം തന്നെ മിയാനുണ്ട്. അതേസമയം മെഹർ അലിക്കെതിരെ മത്സരിക്കുന്നത് PDPയുടെ സയ്യിദ് ജമാഅത്ത് അലി ഷായാണ്. ഈ മണ്ഡലത്തിൽ എപ്പോഴും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താറുമുണ്ട്. പ്രധാന കാരണം ഗുജ്ജർ വോട്ടുകളാണ്. ജനങ്ങൾക്കിടയിൽ MLA വേണമെന്ന ആവശ്യം ശക്തമാണ്. 10 വർഷമായി വോട്ടെടുപ്പ് നടക്കാത്തതും സംസ്ഥാന പദവി കിട്ടാത്തതുമെല്ലാം ജനങ്ങളെ നിരാശരാക്കിയിട്ടുണ്ട്. കങ്കണിൽ ഉയർന്ന വൈദ്യുതി നിരക്കും കുറഞ്ഞ അളവിൽ മാത്രമേ അത് ലഭിക്കുന്നുള്ളൂ എന്നതാണ് മുഹമ്മദ് സർഫറാസ് കട്ടാനയ്ക്കുള്ള പരാതി. 3 മണിക്കൂർ വൈദ്യുതി നേരത്തെ 100 രൂപയായിരുന്നു. ഇപ്പോഴത് 1000 രൂപയായി. ഇപ്പോൾ വരുമാനം ഒന്നും തന്നെയില്ല. എങ്ങനെയാണ് ആ പണം നൽകുകയെന്നും സർഫറാസ് ചോദിക്കുന്നു. ക്യൂവിൽ നിന്ന പലരും കൂലിപ്പണിക്കാരാണ്. കങ്കണിലെ തന്നെ പഞ്ചായത്ത് ഗറിലും സമാന കാഴ്ചയാണ് കണ്ടത്. വലിയ തിരക്കാണ് ഇവിടെയും അനുഭവപ്പെട്ടത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് 21കാരനായ ഖാലിദ് റഷീദ് പറഞ്ഞത്. 2019 മുതൽ തുടർച്ചയായി ലോക്ക്ഡൌണിലായിരുന്നു ഞങ്ങൾ. എന്റെ വിദ്യാഭ്യാസമടക്കം ഇതിലൂടെ മുടങ്ങി. കേന്ദ്രം ലഫ്റ്റനന്റ് ഗവർണറിലൂടെ ഭരിക്കുന്ന രീതി അംഗീകരിക്കാനാവില്ലെന്നാണ് ആ വോട്ടറുടെ പരാതി. ഗന്ദേർബാളിലും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ലഫ്റ്റനന്റ് ഗവർണർ ഭരണം പൂർണ്ണമായും സംസ്ഥാനത്തെ നശിപ്പിച്ചുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. പലർക്കും ജനപ്രതിനിധികൾ ഇല്ലാത്തതുകൊണ്ട് പരാതികൾ പോലും ഉന്നയിക്കാനും സാധിക്കുന്നില്ല. ഉദ്യോഗസ്ഥ ഭരണത്തിൽ സുതാര്യതയില്ലാത്തതും ഉത്തരവാദിത്തമില്ലായ്മയും ജനങ്ങളെ ബാധിച്ചുവെന്ന് വിരമിച്ച റേഞ്ച് ഓഫീസർ പറഞ്ഞു. വൈദ്യുതി നിരക്ക് വളരെയധികം ഉയർന്നതാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നങ്ങളിൽ വരുന്ന കാര്യം. മീറ്ററുകൾ പലയിടത്തുമില്ല. എന്നാൽ നിരക്ക് 1500 വരെയായെന്ന് ജനങ്ങൾ പറയുന്നു. 5 കിലോ അരിയാണ് റേഷൻ കാർഡിൽ ആകെ ലഭിക്കുന്നതെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ 25 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരിൽ 54% പേർ 26 മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. 239 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ഈ തിരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിംഗിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതെ സുഗമമായി മുന്നോട്ടു പോയി. PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ജമ്മു കശ്മീരിന്റെ ഭാവി ഭരണത്തെക്കുറിച്ച് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ഈ മേഖലയിൽ ഒരു BJP സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ലെന്ന് മുഫ്തി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഏതെങ്കിലും മതേതര സർക്കാർ സ്ഥാപിക്കുന്നതിൽ തന്റെ പാർട്ടിയുടെ നിർണായക പങ്കിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യം റോഡിലെത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പദവി പുനഃസ്ഥാപിക്കുന്നത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അവകാശമാണെന്ന് രാഹുൽ എടുത്തു പറഞ്ഞു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഈ മാസം 18-ന് നടന്ന 1ാം ഘട്ട വോട്ടെടുപ്പിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയത്. 3 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം ഒക്ടോബർ 1-നാണ്. ഒക്ടോബർ 8-ന് ഫലമറിയാം.